ഹലോ നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി പള്ളി. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ വേളാങ്കണ്ണി പള്ളിയിലേക്ക് കേരളത്തിൽ നിന്നും ഡയറക്റ്റ് യാത്ര പോകാൻ സാധിക്കുന്ന ഒരു ട്രെയിനെ പറ്റിയും, ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകൾ, ട്രെയിൻ എത്തിച്ചേരുന്ന സമയം, ടിക്കറ്റ് നിരക്കുകൾ, കൂടാതെ അവിടെ നിന്നും കേരളത്തിലേക്കുള്ള ഈ ട്രെയിനിൻ്റെ തിരിച്ചുള്ള റിട്ടേൺ യാത്രയെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ട്രെയിൻ നമ്പർ 16363 എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി വീക്കിലി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനകരമായൊരു സർവീസാണിത്. ആദ്യം ഇത് സ്പെഷ്യൽ ട്രെയിനായാണ് റെയിൽവേ ആരംഭിച്ചത്. പിന്നീട് യാത്രക്കാരുടെ മികച്ച പ്രതികരണവും ദീർഘകാല ആവശ്യവും പരിഗണിച്ച് ഇന്ത്യൻ റെയിൽവേ ഈ സ്ഥിരം റെഗുലർ വീക്ക്ലി എക്സ്പ്രസ് സർവീസായി ഇത് പ്രഖ്യാപിച്ചു. ഈ സർവീസ് ആരംഭിച്ചതിലൂടെ കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് നേരിട്ടുള്ള യാത്ര കൂടുതൽ എളുപ്പമായി. കൊല്ലം, പുനലൂർ, ചെങ്കോട്ട റൂട്ടിലുള്ള യാത്രക്കാർക്കും ആദ്യമായി നേരിട്ടുള്ള വേളാങ്കണ്ണി ട്രെയിൻ സൗകര്യം ലഭിച്ചു. മധുര, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും നേരിട്ടുള്ള റെയിൽ ബന്ധം ലഭിക്കുന്നതിനാൽ തീർത്ഥാടകർക്കും സാധാരണക്കാർക്കും ഈ ട്രെയിൻ യാത്ര വളരെ പ്രയോജനകരമായി. നിലവിലെ സർവീസ് പ്രകാരം 163 നമ്പർ ഈ ട്രെയിൻ ബുധനാഴ്ച രാത്രി 11:50 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് വ്യാഴാഴ്ച വൈകുന്നേരം ഏകദേശം 5:35 വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. കേരളത്തിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ട്രെയിൻ ആണിത്. ട്രെയിൻ നമ്പർ 16363 എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി വീക്കിലി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ബുധനാഴ്ചയും രാത്രിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ബുധനാഴ്ച രാത്രി 11:50 യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം 5:35 വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്ന ഒരു ട്രെയിൻ സർവീസാണിത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ്, അതായത് എല്ലാ ബുധനാഴ്ചകളിലും മാത്രമാണ് കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഈ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നും എടുത്താൽ വേളാങ്കണ്ണി വരെ സഞ്ചരിക്കുന്ന മൊത്തം ദൂരം 720 കിലോമീറ്ററാണ്. അതായത് 17 മണിക്കൂറും 45 മിനിറ്റുമാണ് മൊത്തത്തിൽ ഈ ട്രെയിൻ എടുക്കുന്ന സമയം. എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാത്രി 11:50 ഈ ട്രെയിൻ എടുത്താൽ അടുത്ത സ്റ്റോപ്പുള്ളത് കോട്ടയത്താണ്. 12:42 വെളുപ്പിന് ഈ ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നും പോകുന്ന ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ വെളുപ്പിന് 1 മണിക്കും, തിരുവല്ലയിൽ 1:10, ചെങ്ങന്നൂർ 1:20, മാവേലിക്കര വെളുപ്പിന് 1:33, കായംകുളം ജംഗ്ഷനിൽ വെളുപ്പിന് 1:42, കരുനാഗപ്പള്ളിയിൽ 1:58, ശാസ്താംകോട്ടയിൽ 2:08, കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് 3, കുണ്ടറയിൽ 3:28, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ 3:38, ആവണീശ്വരം 3:48, പുനലൂർ 4:20, തെന്മലയിൽ അതിരാവിലെ 5:18 എത്തിച്ചേർന്ന ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന് തെങ്കാശി, ശിവകാശി, മധുരൈ, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, നാഗപട്ടണം വഴി വേളാങ്കണ്ണിയിലേക്ക് യാത്ര തുടരുന്നു. നിലവിൽ ഇത്രയും സ്റ്റേഷനുകളാണ് കേരളത്തിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം 5:35 ഈ ട്രെയിൻ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനും വേളാങ്കണ്ണി പള്ളിയും തമ്മിലുള്ള ദൂരം 1 കിലോമീറ്ററാണ്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഓട്ടോ സൗകര്യം ലഭ്യമാണ്. അവിടെ നിന്നും വേളാങ്കണ്ണി പള്ളി വരെ ഏകദേശം 100 രൂപയോളമാണ് ഓട്ടോ ചാർജ് വരിക. ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് നോക്കാം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റ് 230 രൂപയും, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ സ്ലീപ്പർ ടിക്കറ്റ് 415 രൂപയും, എറണാകുളം സൗത്തിൽ നിന്നും വേളാങ്കണ്ണി വരെ തേർഡ് AC ടിക്കറ്റ് 1090 രൂപയും,
എറണാകുളം സൗത്തിൽ നിന്നും വേളാങ്കണ്ണി വരെ സെക്കൻഡ് AC ടിക്കറ്റ് 1545 രൂപയുമാണ്. എന്നിങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് വരിക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കയറേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡുകൾ പ്രത്യേകം ഓർത്തു വയ്ക്കുക. എറണാകുളം ജംഗ്ഷൻ ERS എന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ VLNK എന്നുമാണ് അറിയപ്പെടുന്നത്. ട്രെയിൻ ഇറങ്ങിയ ശേഷം വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോയിൽ നമുക്ക് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോയി ഇറങ്ങാൻ സാധിക്കും. അവിടെ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിന് മുന്നിലായി വേളാങ്കണ്ണി പള്ളി വക ബുക്കിംഗ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നു. 24 hours പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണത്. ഓരോരുത്തർക്കും അനുയോജ്യമായ റൂമുകൾ നമുക്കവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡയറക്റ്റ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരാനുള്ള ഈ ട്രെയിനിൻ്റെ റിട്ടേൺ യാത്ര എപ്പോഴാണെന്ന് നോക്കാം. ട്രെയിൻ നമ്പർ 16364, ട്രെയിൻ നമ്പർ 16364, വേളാങ്കണ്ണി എറണാകുളം ജംഗ്ഷൻ വീക്കിലി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. ഈ ട്രെയിൻ വ്യാഴാഴ്ച മാത്രമാണ് വേളാങ്കണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് ഉള്ളത്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7:45 യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച 11:55 എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് യാത്ര അവസാനിക്കുന്നു. കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളും സമയവും നമുക്ക് നോക്കാം. തെന്മലയിൽ രാവിലെ 5:38, പുനലൂര് രാവിലെ 5:45, ആവണീശ്വരം 7:03, കൊട്ടാരക്കര 7:13, കുണ്ടറ 7:23, കൊല്ലം ജംഗ്ഷൻ രാവിലെ 8:10, ശാസ്താംകോട്ടയിൽ രാവിലെ 8:38, കരുനാഗപ്പള്ളിയിൽ 8:48, കായംകുളം ജംഗ്ഷനിൽ 9:03, മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:13, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:25, തിരുവല്ലയിൽ 9:38, ചങ്ങനാശ്ശേരിയിൽ 9:47, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 10:04, എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 11:55 ഈ ട്രെയിൻ എത്തിച്ചേർന്ന് ഈ യാത്ര അവസാനിപ്പിക്കുന്നു. ഇനി 2 ദിവസം വേളാങ്കണ്ണിയിൽ താമസിച്ച് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും കാരക്കലിൽ നിന്നും എറണാകുളം സൗത്ത് വരെ സർവീസ് നടത്തുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ് ട്രെയിൻ 16187, ട്രെയിൻ നമ്പർ 16187 നമ്പർ ട്രെയിൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിനിൽ കയറേണ്ടത് എന്നത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. വേളാങ്കണ്ണിയിലേക്ക് ഡയറക്റ്റ് പോകുവാനും വേളാങ്കണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വരുവാനുമുള്ള വീക്കിലി ട്രെയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. വേളാങ്കണ്ണി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.